ലോകത്തിന് സന്മാർഗ ദർശനം നൽകുന്നതാണ് ആ ഭവനം. ലോകത്തിന്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, കഅബാലയം ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കഅബാലയത്തിന്റെ ചുമരുകൾ കറുപ്പ് നിറമാണ്. കറുപ്പിന് അഴകുണ്ട്, ഭംഗിയുണ്ട്, ശരിയാ. ചിലർക്ക് കാറൊക്കെ കറുപ്പ് നിറമാവണം എന്നാണ് ആഗ്രഹിക്കുക. ബ്ലാക്ക് ആവുമ്പോൾ നല്ല രസമായിരിക്കും. ഡെയിലി കഴുകാൻ പറ്റുന്നവർക്ക് നല്ല രസം തന്നെയാണത്. പക്ഷേ കഅബാലയത്തിൻ്റെ ആ ഒരു കറുപ്പ് നിറത്തിനപ്പുറം കഅബാലയത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് കഅബാലയം പ്രതിനിധാനം ചെയ്യുന്ന തൗഹീദിൻ്റെ ആശയമാണ്. ഫീഹി ആയാതും ബയ്യിനാത്ത്. പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ഉള്ളിലുണ്ട്, കഅബാലയത്തിൻ്റെ പരിസരത്തിലുണ്ട് ആയാതും ബയ്യിനാത്ത്, വളരെ പ്രകടമായ ചില ദൃഷ്ടാന്തങ്ങൾ കഅബാലയത്തിൻ്റെ അരികത്തുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമുണ്ടവിടെ. 3 പറഞ്ഞു ഖുർആൻ. അതിലൊന്നേതാണെന്നറിയോ? ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. മഖാമു ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മഖാം. അവിടെ മഖാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി നിന്ന സ്ഥലം എന്നാണ്, ഖിയാം ചെയ്ത സ്ഥലം. ഇബ്രാഹിം നബി ചവിട്ടി നിന്ന ഒരു കല്ലാണത്. ആ കല്ലിൻ്റെ മുകളിൽ 1 കോടി മനുഷ്യർ കയറിയിറങ്ങിയാലും കല്ലും അടയാളം പതിയണമെന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ ഈ ടൈൽസിലും കല്ലിലൊക്കെ ചവിട്ടി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ചെരുപ്പിൻ്റെ അടയാളം കുറച്ച് തേയ്മാനൊക്കെ പറ്റിയേക്കും. ഒരു മനുഷ്യൻ്റെ കാലിങ്ങനെ പതിയോ? ആ കല്ലിൻ്റെ മുകളിൽ നിങ്ങളൊരു 50 കൊല്ലം അനങ്ങാതെ നിന്നു എന്ന് വിചാരിക്കുക, പതിയണമെന്നില്ല. പക്ഷേ മനുഷ്യബുദ്ധിയെ ചിന്തിപ്പിച്ചുകൊണ്ട് ഖുർആൻ ഈ കാര്യം പറഞ്ഞു. പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഡയാമീറ്ററുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ആലോചിക്കരുത്, അതിനപ്പുറമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ പാറയുടെ മുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ 2 കാലും പതിഞ്ഞു. 2 കാലും പതിഞ്ഞു. ആ കഅബാലയത്തിന്റെ നിർമ്മാണത്തിന്റെ സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ല്, കഅബാലയത്തിന്റെ ചുമരുകൾ മേലോട്ടുയരുമ്പോൾ മേലോട്ട് കയറാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ താനേ ലിഫ്റ്റ് ചെയ്തിരുന്ന കല്ലാണത്. ആ കല്ല് താനേ ലിഫ്റ്റായും പിന്നെ അത് ഷ്രിങ്ക് ചെയ്യും, പിന്നെ ആ കല്ല് താനങ്ങ് താഴും. ഇബ്രാഹിം നബിക്ക് മേലോട്ട് എത്തണമെന്ന് കരുതിയാൽ അതിന്റെ സ്വിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിനുള്ളിലാണ്. പൊങ്ങട്ടെ എന്ന് ആലോചിക്കുമ്പോഴേക്കും ആ കല്ല് നബിയുല്ലാഹി വ ഖലീലുഹു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും കൊണ്ടിങ്ങനെ പൊങ്ങും. എന്നിട്ട് ഇബ്രാഹിം നബി ആ കല്ലവിടെ വെക്കും, പിന്നെ താഴെ ഇറങ്ങണം. ആ കല്ലങ്ങ് താഴെ അതങ്ങ് ചുരുങ്ങി കൊടുക്കും. ആ കല്ലാണ് ഇന്നും കഅബാലയത്തിന്റെ മുമ്പിൽ കിടക്കുന്നത്. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇതൊരു ദൃഷ്ടാന്തമാണ്, ഇതൊരു ദൃഷ്ടാന്തമാണ്. ഹബീബായ നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മിഅ്റാജിന്റെ രാവിൽ 7-ാം ആകാശത്ത് വെച്ച് പുണ്യ നബി കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അഷ്ബഹുന്നാസി ബിഹി സാഹിബുക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരപ്രകൃതവുമായി ഏറ്റവും യോജിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരനാണ്. ആര്? റസൂലുള്ളാഹി തങ്ങൾ. ഇബ്രാഹിം നബിയുടെ രൂപം ഹബീബിന്റെ രൂപമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ മഖാം ഇബ്രാഹിം എന്ന കല്ല് തങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കല്ലിൽ പുണ്യ നബി തങ്ങൾ കാലുവെച്ചു. ഇപ്പുറത്ത് മണ്ണിൽ നബി തങ്ങൾ കാലുവെച്ചു. ആ മണ്ണിൽ പതിഞ്ഞ കാലിന്റെ അടയാളം അതങ്ങനെ തന്നെയാണ് ഈ കല്ലിൽ കിടക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടയാളം. അതുകൊണ്ട് അറേബ്യയിൽ ഇബ്രാഹിം നബിയുടെ കാലിനോട് സാദൃശ്യമുള്ളൊരു കാല് ഹബീബിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞു, ഇത് അത്ഭുതങ്ങളിൽ അത്ഭുതം. ഹബീബിന്റെ കാലിൻ്റെ അടയാളം പതിഞ്ഞ കല്ലുകൾ ഇന്ന് ലോകത്തുണ്ട്. അതിൽ 2 കല്ല് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കണ്ടവർ വേറെ ഉണ്ടായിരിക്കും. 2 പ്രധാന മ്യൂസിയങ്ങളിലുണ്ട്. ഈമാങ്കാരി ഇസ്ലാംകാരി അല്ല, വേണ്ടവർ വിശ്വസിച്ചാൽ മതി. ചില ആളുകൾ അങ്ങനെ കമൻ്റ് ഇട്ട് പോകും, തുർക്കിയിൽ അത് മറ്റൊരു കൊണ്ടെന്ന് വെച്ചാൽ പൊന്നു ചങ്ങാതി നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി.
മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത് ആർക്കും കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന സാധനമല്ല. അതിന് പരിശോധനകൾ വരും. ലോകത്ത് യുനെസ്കോയുടെ സർട്ടിഫിക്കറ്റുകൾ വേണതിന്. കാർബൺ ഡേറ്റിംഗ് നടത്തും, ഇത് ഒറിജിനലാണോ എന്നറിയാൻ. തുർക്കിയിൽ ഒരുപാട് ആധാറുകളുണ്ട്. എന്തേ? തുർക്കികളായിരുന്നു സൗദി അറേബ്യ ഭരിച്ചിരുന്നത്, ഹിജാസ് ഭരിച്ചിരുന്നത്. അപ്പോൾ കുറച്ച് ഇതൊന്നും പിടിക്കാത്ത കുറച്ച് കൗമുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. പോലും അതൊക്കെ വെറുതെ ഹുറാഫാത്ത് പറയണം. ആയിക്കോട്ടെ, നീ വിശ്വസിക്കേണ്ടടോ, സാരമില്ല, അതിൻ്റെ സ്വാതന്ത്ര്യം, നിനക്ക് വിശ്വസിക്കേണ്ട. നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം പിന്നെ വേറൊരാൾ സർട്ടിഫിക്കറ്റ് തരേണ്ട കാര്യമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അവരിപ്പോൾ ഹബീബിൻ്റെ കാല് പതിഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അള്ളാൻ്റെ കലാമിൽ പടച്ചോൻ പറഞ്ഞു ഇബ്രാഹിം നബിൻ്റെ കാല് കല്ലുമ പതിഞ്ഞു, അതെൻ്റെ ദൃഷ്ടാന്തമാണ്. അത് ഖുർആനിലുള്ളത് കൊണ്ട് പിന്നെ നിഷേധിക്കാൻ വയ്യല്ലോ. അതുപോലെ ഹദീസാണ് ഇങ്ങനെ പിടിച്ച് ദഈഫാക്കും. ആലോചിച്ച് നോക്കണം. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞു തരുന്ന ദൃഷ്ടാന്തം കഅബാലയത്തിൻ്റെ മുമ്പിലുണ്ടെന്ന് അള്ളാഹു പറഞ്ഞതിൽ ഒന്നാമത്തേത് ഫീഹി ആയാത്തും ബയ്യിനാത്ത്. 3 പറഞ്ഞു. മഖാമ ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ മഖാമാണ്, ഇബ്രാഹിം നബി നിന്ന കല്ലാണ്. فلم يوجد أحد بمكة أشبه قدما بإبراهيم من رسول الله صلى الله عليه وسلم. സ്വഹാബിമാർ പറയാൻ, മക്കയിൽ ഹബീബിൻ്റെ ആ ഒരു കാലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാല് പതിഞ്ഞ കല്ലിലേക്ക് കാല് വെച്ചപ്പോൾ മുത്തുനബിയുടെ കാല് ചേർന്ന പോലെ ഇബ്രാഹിം നബിയുടെ കാലിനോളം യോജിച്ചൊരു കാല് ഹബീബിൻ്റേതല്ലാതെ ഞങ്ങൾ ആരുടേതും കണ്ടിട്ടില്ല. ഇത് മസ്ജിദുൽ ഹറാമിൻ്റെ ദൃഷ്ടാന്തമാണ്. അതെന്നൊരു ചിൽക്കൂടിൽ അവിടെ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലം ഉമർ തങ്ങൾ വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ നമുക്ക് പറയാലോ. നമ്മൾ എത്രയോ വാദകൾ പറയുന്നതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇടപെടലുകൾ സംഭവിച്ച ഒരുപാട് കഥകൾ പറയാറുണ്ട്. ചരിത്രത്തിൽ വന്നുപോയത് നമുക്ക് ഓർമ്മ വരുന്നതൊക്കെ പറയും. ചിലപ്പോൾ തോന്നും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവങ്ങൾ മാത്രം ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി അതിനെ ക്രോഡീകരിച്ച് വെച്ചാലോ എന്ന്. അത്രമേൽ കൗതുകമുള്ള അത്ഭുതങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ കഴിയും. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മക്കയിൽ ഒരു മഴവെള്ളം വന്നു, മലവെള്ളപ്പാച്ചിൽ വന്നു. പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുകളിലൂടെ ആ കഅബാലയത്തിൻ്റെ മുറ്റത്തുകൂടെ മഴവെള്ളം ഒഴുകി വന്നപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ചിൽക്കൂട്ടിലല്ല ആ കല്ല് സൂക്ഷിച്ചിട്ടുള്ളത്, കഅബാലയത്തിൻ്റെ മുമ്പിലാണ്. ആ പരിശുദ്ധമായ കല്ല് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി, കാണാതെയായി. മക്കയിൽ മിസ്ഫല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഉംറക്ക് പോകുമ്പോൾ ഉസ്താദ്മാർക്കൊക്കെ അറിയും മിസ്ഫല. ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ ആ ഒരു റോഡിൻ്റെ ഒരു ഭാഗം മിസ്ഫല. മിസ്ഫലയിൽ ഒരു സ്വഹാബി തൻ്റെ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് ഒരു ആവശ്യത്തിന് ചെന്നിങ്ങനെ മണ്ണ് കളക്കുമ്പോഴാണ് പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിൻ്റെ കല്ല് ആ സ്വഹാബി കാണുന്നത്. മണ്ണിൻ്റെ ഉള്ളിൽ ഒരുപാട് വീടുകൾ കുത്തലിച്ചുപോയ, ഒരുപാട് വീടുകൾ തകർന്നുപോയ, കഅബാലയത്തിൻ്റെ ചുമരുകൾക്ക് പോലും കേടുപാട് പറ്റിയ ഒരു വെള്ളപ്പൊക്കമാണെന്ന് വന്നത്. മലവെള്ളപ്പാച്ചിൽ വന്നു, ഒരു സൈല് വന്നു, ഒരു തൂഫാൻ വന്നു. ആ തൂഫാനിൽ ഈ കല്ല് ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞ കല്ല് അത് ഒഴുകിപ്പോയി. സ്വഹാബി ഇത് കണ്ടെത്തുന്നത് മിസ്ഫലയിലാണ്. അത് കണ്ടപ്പോൾ മക്കായിലെ അമീർ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് അറിയിച്ചു കൊടുത്തു. അമീറുൽ മുഅ്മിനീൻ, പരിശുദ്ധമായ മഖാം ഇബ്രാഹിം എന്ന കല്ല് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന ഒരാൾ അയാളുടെ സ്ഥലത്ത് മണ്ണ് കുഴിക്കുമ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരാരും അത് എടുക്കാൻ കൂട്ടാക്കിയില്ല, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന്. 500 കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന മദീന, ആ മദീനയിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മരുഭൂമിയും മലകളും താണ്ടിപ്പോകണം എന്ന്
ഒരു ബസ്സിലിരുന്ന് മദീനയിലേക്ക് യാത്ര പോയാൽ കാല് തൂക്കിയിട്ട് കാലിന് നീര് വരും. എന്തേ? 6 മണിക്കൂർ, 5.5 മണിക്കൂർ, 7 മണിക്കൂർ ബസ്സിൽ നോൺ സ്റ്റോപ്പ് ഒരു റൂട്ടിലൂടെ ഓടുമ്പോൾ നമ്മുടെ കാലുകൾക്ക് നീര് വരും, വേദനിക്കും. കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം വരും. ഇപ്പം ട്രെയിനുണ്ട്, ഫാസ്റ്റായി പോകുന്നു, 2 മണിക്കൂർ കൊണ്ട് എത്തുന്ന. മദീന എന്ന് പറയുന്ന ദൂരം എത്രയാണ്? എത്ര ദൂരമുണ്ട് മദീനയിലേക്ക്? അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ട നാടുകളിൽപ്പെട്ട മക്ക കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെട്ട നാടാണ് മദീന. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലായിരുന്നു. മദീനയിലേക്ക് ആളയച്ചു. മഖാം ഇബ്രാഹിം എന്ന കല്ല് കണ്ടുകിട്ടിയിട്ടുണ്ട് ഉമർ എന്നവരെ. ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. اللهم إنا نشهدك بأننا نحب أصحاب رسولك ونحب رسولك والأنبياء أجمعين اللهم اجعلنا معهم بفضل المحبة اللهم اجعل لنا صحبتهم في الآخرة. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉത്തരവിറക്കി, ഞാൻ വരുന്നത് വരെ ആ കല്ല് നിങ്ങളാരും തൊടരുത്. നോക്കണം, മഖാം ഇബ്രാഹിം എന്ന കല്ലിൻ്റെ മഹത്വം അറിയണം. 500-ലേറെ കിലോമീറ്റർ അകലങ്ങളിൽ കിടക്കുന്ന ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരുന്നവരെ ആ കല്ല് നിങ്ങളാരും തൊടരുത്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. ദിൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തിൽ നിന്ന്, മദീനക്കാരുടെ മീഖാത്താണ് ദിൽ ഹുലൈഫ. അവിടെ നിന്ന് ഉമർ എന്നവർ ഇഹ്റാം ചെയ്തു ഉംറ ചെയ്യാൻ. മക്കത്തേക്കാ വരുന്നത്. എന്തിനാ വരുന്നതെന്നറിയോ? ഈ കല്ല് ഈ മനുഷ്യന്റെ തോട്ടത്തിലെ മൺകൂനകൾക്കുള്ളിൽ പെട്ടുപോയി കല്ലിന് ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ മുമ്പിൽ കൊണ്ടുപോയി സ്ഥാപിക്കാനായി വരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നു. വമഅഹു നഫറും മിൻ അസ്ഹാബി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ ഒരു കൂട്ടം സ്വഹാബിമാരെയും കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മദീനയിൽ നിന്ന് വരികയാണ്. ഫ്ലൈറ്റ് ഉണ്ടോ, ട്രെയിൻ ഉണ്ടോ, കാറുണ്ടോ, ബസ്സുണ്ടോ? ഒട്ടകപ്പുറത്ത് വരികയാണ്. കുതിരകൾക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ കഴിയില്ല, തളർന്നു പോകും, വെള്ളം കിട്ടൂല. ഒട്ടകപ്പുറത്ത് വരണം. ഒട്ടകം, ഒരു ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് പോലും ഒട്ടകത്തിനില്ല. ആലോചിച്ചൂടെ? ഒട്ടകപ്പുറത്തായി വരുന്നത്. മദീനയിൽ നിന്ന് വരികയാണ് മക്കയിലേക്ക്. മിസ്വലയിൽ വന്നിറങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയി പരിശുദ്ധ മക്കയിലേക്ക് കഅബയുടെ അരികത്തേക്ക് ചെന്ന് തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, മുടിമുറിച്ചിട്ട് തഹല്ലുലായി ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. എന്നിട്ട് മഖാം ഇബ്രാഹിം അലൈഹിസ്സലാം കല്ലിന്റെ അരികത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് തലപ്പാവഴിച്ചു. ഉമർ തങ്ങളുടെ തലമുണ്ടഴിച്ചിട്ട് ആ റിദാ വിരിച്ചു വെച്ചിട്ട് ആ റിദായിലേക്ക് ആ പരിശുദ്ധമായ കല്ലിങ്ങനെ അവിടുത്തെ കൈകൊണ്ടെടുത്തു വെച്ചു. എന്നിട്ട് ആ കല്ലിന് നല്ല ഭാരമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തോളിൽ വെച്ച് തൻ്റെ തലപ്പാവിൽ പുതച്ചുകൊണ്ടാണ് മിസ്വലയിൽ നിന്ന് മഖാം ഇബ്രാഹിം എന്ന കല്ലുമായിട്ട് പിന്നെ കഅബാലയത്തിൻ്റെ അരികത്തേക്ക് വരുന്നത്. ആര് ചെയ്യുന്നു? മുഅ്മിനീങ്ങളുടെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കൊണ്ടുവരാൻ. ചുമലിൽ വെച്ച് കൊണ്ടുവന്നു. സ്വഹാബികളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ചുമന്നോട്ടെ. വേണ്ട, ഈ മഹത്വം എനിക്ക് വേണം. ഉമർ തങ്ങൾ തന്നെ ചെയ്തു റളിയല്ലാഹു അൻഹു. ഹജറുൻ സഖീൽ, ഭാരമുള്ള കല്ലാണത്, നല്ല വെയിറ്റ് ഉണ്ട്. ആ കല്ലാണ് ഉമർ തങ്ങൾ ഒറ്റക്ക് ചുമന്നത്. ഒരു 3/4 കിലോമീറ്ററെങ്കിലും വരൂലേ മിസ്ഫലയിൽ നിന്ന് കഅബത്തിന്റെ അടുത്തേക്ക്. മഹാനവറുകൾ നടന്നു വന്നു റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമർ എന്നവർ ചോദിച്ചു, ഉൻഷിദു ബില്ലാഹി റജുലൻ യദ്കുറു മകാന ഹാദൽ മഖാമി ഫീ അയ്യാമി റസൂലില്ലാഹ്. ഞാൻ അല്ലാഹുവിനെ വെച്ച് ചോദിച്ചോട്ടെ ജനങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ കല്ല് എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് എന്നറിയുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വരണേ. പുണ്യനബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം ആ കല്ലിൻ്റെ സ്ഥാനം എവിടെയാണ് എന്നറിയുന്നവരൊന്ന് പറഞ്ഞു തരണം. ഉൻഷിദു ബില്ലാഹ്. അപ്പോഴാണ് അൽ-മുത്തലിബ് ഇബ്നു അബി വദാഅ റളിയല്ലാഹു അൻഹു പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ അൽ-മുത്തലിബ് ഇബ്നു അബി വദാഅ, ആ സ്വഹാബിയാണ് പറയുന്നത്, അമീറുൽ മുഅ്മിനീനെ എനിക്കറിയും
ഞാൻ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ മഖാം എന്ന കല്ല് എവിടെയായിരുന്നുവെന്ന് കണ്ട മനുഷ്യനാണ്, എനിക്കറിയാം. വകാന റജുലൻ മിൻ ഖുറൈശിൻ കയ്യിസ, നല്ല ബുദ്ധിമാനായ ഖുറൈശി മനുഷ്യനാണ് മഹാനായ മുത്തലിബ് ഇബ്നു അബീ വദാഅ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വരാൻ പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, ഒരു മഴവെള്ളപ്പാച്ചിൽ വരികയാണെങ്കിൽ, ഈ കല്ലിനെങ്ങാനും സ്ഥാനചലനം സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് അത് സ്ഥാപിക്കേണ്ടത് എവിടെയാണ് എന്ന ഒരു മെഷർമെന്റ്, ഒരളവ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കഅബാലയത്തിന്റെ മൂലയിൽ നിന്ന് എവിടെയാണ്, ഹജറുൽ അസ്വദിൽ നിന്ന് എവിടെയാണ്, സംസം കിണറിൽ നിന്ന് എവിടെയാണ്, ഈ 3 സ്ഥാനങ്ങളെയും വെച്ചുകൊണ്ട് നൂലെടുത്തിട്ട് കൃത്യമായ അടയാളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉമറേ റളിയല്ലാഹു അൻഹു. അത് ഞാൻ മനോഹരമായൊരു മരത്തിന്റെ ഒരു വുഡൻ ചെസ്റ്റിൽ ഒരു കൊച്ചു പെട്ടിയിൽ ഞാൻ ആ നൂലുകൾ അടക്കം ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ മുത്തലിബ് ഇബ്നു അബീ വദാഅയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, മുത്തലിബേ, ഞാൻ നിങ്ങളെ വിടില്ല. ആ വീട്ടിലെ ആ ഒരു കൊച്ചു പെട്ടി അത് നിങ്ങൾ ആരെയെങ്കിലും പറഞ്ഞയച്ചിട്ടൊന്ന് കൊണ്ടുവരിക. ഹുക്ക് എന്നാണ് ഇതിന് പറയാ. അതെടുത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നപ്പോൾ ഫഇദാ ഫീഹി ഖുയൂത്ത്, ആ പെട്ടിയിൽ കുറച്ച് നൂലുകളുണ്ട്. ആ നൂലിൽ ഓരോന്നും കഅബയുടെ മൂലയിൽ നിന്നുള്ള നൂല്, ബാബുൽ കഅബന്റെ അടുത്ത് നിന്ന് ഹജറുൽ അസ്വദിൽ നിന്ന് എവിടെയായിരുന്നു മഖാമ്, സംസം കിണറിൽ നിന്ന് എവിടെയായിരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന മെഷർമെന്റ് ആയിരുന്നു അത്. ആ സ്ഥാനം നിർണയിച്ചു വെച്ചു. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എവിടെയായിരുന്നോ മഖാം ഉണ്ടായിരുന്നത്, ആ മഖാമിൽ മഹാനവറുകൾ അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് സ്ഥാപിച്ചിടത്താണ് ഇന്ന് മഖാം ഇബ്രാഹിം നിൽക്കുന്നത്, മുമ്പ് നിന്നിരുന്നതും. എന്തേ ഇതിലൊക്കെ കാരണം എന്നറിയോ? അള്ളാഹ് ബഹുമാനിച്ചതായി മസ്ജിദുൽ ഹറാമിനെ, കഅബയെ പരിചയപ്പെടുത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫീഹി ആയാതുൻ ബയ്യിനാത്ത്, 3 ദൃഷ്ടാന്തങ്ങളെ പറഞ്ഞതിൽ ആദ്യത്തേത് അള്ളാഹു പറഞ്ഞത് മഖാമു ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം. അതിന്റെ മഹത്വം അറിയാൻ ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഇഹ്റാം ചെയ്ത്, ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് മക്കയിലേക്ക് വരുന്നത്. അവിടുത്തെ തലപ്പാവ് താഴെ വെച്ചിട്ട് അതിൽ ആ കല്ല് വെച്ച് പുറത്ത് ചുമന്നുകൊണ്ടുവന്ന് അതിൻ്റെ സ്ഥാനം നിശ്ചയിച്ചിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം അവിടെ അത് സ്ഥാപിച്ചു. ഫാറൂഖ് എന്നവര് ഒരു കല്ല് വെച്ചു. ആ കല്ലിന്റെ മീതെ മഖാം ഇബ്രാഹിം വെച്ചു റളിയല്ലാഹു അൻഹു. അവരാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വസൗറുൻ വമൻ അർസാ സബീറൻ മകാനഹു وساعى ليرقى في حراء ونازل وموطئ إبراهيم في الصخر رطبة على قادميه حافيا غير ناعل. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ കല്ലിനെ കുറിച്ച് മഹാനായ അബൂ ത്വാലിബ് അവർ മുസ്ലിമായിട്ടല്ല മരിച്ചത്, എന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെരുപ്പിടാതെ പച്ചക്കാലുകൊണ്ട് ചവിട്ടിയപ്പോ ആ കാലിന്റെ അടയാളം പതിഞ്ഞ കല്ലാണല്ലോ ഈ കല്ല് എന്ന് പറഞ്ഞ് മഖാം ഇബ്രാഹിമിനെ കുറിച്ച് പുകഴ്ത്തിപ്പാടിയ 2 വരികളാണത്. അബൂ ത്വാലിബ് പറഞ്ഞ വരികളാണത്. وموطئ إبراهيم في الصخر رطبة على قادميه حافلا غير ناعلين. നഅല് ധരിക്കാതെ ചെരുപ്പിടാതെ പച്ചക്കാല് കൊണ്ട് ചവിട്ടിയപ്പോൾ ഏതൊരു മഹാന്റെ കാലാണോ ആ കല്ലുകളിൽ പതിഞ്ഞത്, ആ മഹാനാണ് പടച്ച തമ്പുരാൻ ഏറ്റവും ഉറ്റ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. പുണ്യനബി തങ്ങളുടെ കാല് പതിഞ്ഞ കല്ലുണ്ട്. ആ കല്ലിൽ ഒന്ന് കിടക്കുന്നത് അബൂ അയ്യൂബുൽ അൻസ്വാരി തങ്ങളുടെ മഖാമിലാണ്, വേറൊന്ന് കിടക്കുന്നത് ഇസ്തംബൂളിലെ ഈ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലാണ്. വേറെയും ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. വേറൊന്നുണ്ട് മസ്ജിദുൽ അഖ്സയുടെ ഖുബ്ബത്തു സഹ്റയിൽ അടയാളമുണ്ട് ഹബീബിന്റെ കാല് പതിഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന് പോയ പാറയിൽ ഹബീബിന്റെ കാലിന്റെ അടയാളമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാല്
പതിഞ്ഞത് സംഭവിക്കാമെങ്കിൽ പുണ്യ ഹബീബിന്റെ കാല് ബിൽ ഔല സംഭവിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا. എൻ്റെ പരിശുദ്ധമായ ഹറമിൽ പ്രവേശിക്കുന്നതോടുകൂടെ നിങ്ങൾ സുരക്ഷിതരാണ്. ജീവന് സുരക്ഷയുള്ള പ്രദേശമാണത്. യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന നാളുകളിൽ കഅബാലയത്തിന്റെ പരിസരങ്ങളിൽ അഭയം പ്രാപിക്കുന്നവരെ തൊടാൻ പാടില്ലെന്ന് പ്രീ ഇസ്ലാമിക് പീരീഡിൽ ജാഹ്ലിയ കാലത്തെ അറബികൾ പോലും വിശ്വസിച്ചിരുന്നൊരു ഒരു പരിശുദ്ധമായ പ്രദേശമാണത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വലില്ലാഹി അലന്നാസ്, അള്ളാഹുവിന് അവകാശപ്പെട്ടത് ജനങ്ങൾ നിർവഹിക്കേണ്ടതായിട്ട് ഒരു ബാധ്യതയുണ്ട്. എന്ത്? ഹജ്ജുൽ ബൈത്ത്, ഈ ഭവനം ഒന്ന് വന്ന് സന്ദർശിക്കണം. മനിസ്തതാഅ ഇലൈഹി സബീലാ, അവിടേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആളുകളും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും എൻ്റെ കഅബാലയത്തിൻ്റെ അരികത്തേക്ക് വരണം. ഇത് അല്ലാഹുവിന് നിങ്ങൾ വകവെച്ചു കൊടുക്കേണ്ട റബ്ബിൻ്റെ അവകാശമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞപ്പോൾ മക്കയെ ബക്ക എന്ന് പറഞ്ഞത്. ഹജ്ജിന് വരാൻ താഴെ പറയുകയാണ് അല്ലാഹു. തിക്കും തിരക്കുമുള്ള സ്ഥലം എന്നാണ് ബക്ക എന്ന വാക്കിൻ്റെ അർത്ഥം. അത് അന്വർത്ഥമാകുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് അല്ലാഹു ഇത് പറയുന്നത്. വമൻ കഫർ, ഇതെന്ത് കഥയെന്നോ ആര് അല്ലാഹു എന്നോ ഹജ്ജ് എന്താണെന്നോ സംസത്തിനെന്ത് പുണ്യമെന്നോ വിവരക്കേടുള്ളവൻ പറയുകയാണെങ്കിൽ, വിവരക്കേട് കുറച്ച് മലയാളികളൊക്കെ പറഞ്ഞല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ്. വമൻ കഫറ, പരിശുദ്ധ സംസത്തിന്റെ പുണ്യവും മസ്ജിദുൽ ഹറാമിന്റെ മഹത്വവും കഅബാലയത്തിന്റെ മഹത്വവും ഹിജ്ർ ഇസ്മായിലിന്റെയും ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും കഅബാലയം നിലനിൽക്കുന്ന ഹറമിന്റെയും മഹത്വം അറിയാതെ പടച്ചവനെ നിഷേധിക്കുകയോ ഇസ്ലാമിന്റെ പരിശുദ്ധങ്ങളായ അടയാളങ്ങളെ ഇകഴ്ത്തി പറയുകയോ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ, അറിയണേ അല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ, ലോകത്ത് ജനിച്ചു വളർന്ന് മരിച്ചു പോകുന്ന സർവ്വ മനുഷ്യരും പടച്ചവനെ വേണ്ട എന്ന് പറഞ്ഞാലും കൂട്ടരെ, നിങ്ങളുടെ ആരുടെയും ഒരു ഒത്താശ കൊണ്ടല്ല എൻ്റെ നിലനിൽപ്പ്, ഞാൻ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. നിങ്ങൾ അവിടെ വന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫക്കീറാവെന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ. അല്ലാഹു മുസ്തഗ്നിയ, നിങ്ങളെ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നോ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണം വന്നോ, നീയിപ്പോൾ അതിലെന്തിരിക്കുന്നു? നീ വേണമെങ്കിൽ പറഞ്ഞോ. നിന്റെ ഔദാര്യം കൊണ്ടല്ല അള്ളാഹുവിൻ്റെ വുജൂദ് എന്ന് നീ മനസ്സിലാക്കണം. അത് വലിയൊരു മറുപടിയാണ്. അവിടെ ആക്ഷേപമല്ല, അവരെ കോർണർ ചെയ്യുന്നില്ല, അവരെ ടാർഗറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. അള്ളാഹ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ. വല്ലാത്തൊരു മറുപടിയാണ്. ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. കഅബാലയത്തിന്റെ മോചനം നടന്ന കഅബാലയം കാലങ്ങൾക്ക് പിറകെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലങ്ങൾക്ക് ശേഷം പുണ്യ നബി തങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് അവിടെ ബഹുദൈവ ആരാധനകൾ നടന്ന് വിശുദ്ധ കഅബാലയം പുണ്യ നബി തങ്ങൾ പരിശുദ്ധമായി പ്രഖ്യാപിച്ച ഒരു നേരമുണ്ട്. കഅബാലയത്തിന്റെ ത്രഷോൾഡിൽ, കഅബാലയത്തിന്റെ ഫ്രണ്ടിലെ വാതിലിന്റെ ആ വാതിൽ കട്ടിലിൽ കൈപിടിച്ചുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ നിന്ന ഒരു നേരമുണ്ട്. ഹിജ്റ 8-ാം വർഷം മക്കാ വിജയം നടക്കുന്ന സമയം വല്ലാത്തൊരു നൃത്തം നിന്ന് നബി തങ്ങൾ രണ്ട് കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ചിട്ട് കഅബാലയത്തിന്റെ ആ വാതിൽ കട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് തങ്ങൾ ഇങ്ങനെ നിന്നു. അപ്പോൾ ഖുറൈശികൾ ഇങ്ങനെ നിൽക്കുകയാണ്. പടച്ചോനെ, 10,000 സ്വഹാബികളെയും കൊണ്ട് നബി തങ്ങൾ വന്ന സമയമാണ്. 10,000. തങ്ങൾ വിരൽ ചൂണ്ടിയാൽ വേണ്ടതവർ ചെയ്യും, തങ്ങൾക്കറിയാം. 10,000 സ്വഹാബിമാർ കഅബാലയത്തിൻ്റെ ഉള്ളിൽ. ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും, 10,000 ആൾക്ക് തവാഫ് ചെയ്യാൻ പറ്റുമോ? ഒരു സമയം പറ്റുമായിരിക്കും, പ്രയാസമായി പോകും.
ഖുറൈശികൾ പേടിച്ച് കണ്ണു തള്ളി നിൽക്കുന്നൊരു നേരമുണ്ട്. ആ നേരത്താണ് പുണ്യനബി തങ്ങൾ പറയുന്നത്, മാ ظنكم അന്നീ ഫാഇലും ബികും, ഖുറൈശികളെ നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വീർപ്പുതുള്ളികൾ മഹാനവറുകളുടെ ശരീരത്തിലെ തൊലികൾ കരിഞ്ഞ് ഗന്ധമുയർന്ന നാടായിരുന്നുവത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് ഇബ്നു അദി എന്നവരെ, മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ ഇബ്നു യാസിർ എന്നവരെ, യാസിർ എന്നവരെ, സുമയ്യ ബിൻതു ഖയ്യാത്ത് റളിയല്ലാഹു അൻഹയെ, നിരപരാധികളായ പാവങ്ങളായ സ്വഹാബിമാരെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയോ അല്ലെങ്കിൽ മൃഗീയമായി ആക്രമിക്കുകയോ ചെയ്ത കൊലയാളികളും ക്രിമിനലുകളും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? അവര് പറഞ്ഞു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, നിങ്ങൾ മാന്യനായ ഞങ്ങളുടെ സഹോദരനാണ് മുഹമ്മദ് നബിയെ. ഇത് പറയുമ്പോൾ അവർ മുസ്ലിമല്ല. അവർ പറഞ്ഞു, അൻത അഖുൻ കരീം, നിങ്ങൾ മാന്യനായ സഹോദരനാണ്. വബ്നു അഖിൻ കരീം, മാന്യനായ അബ്ദുള്ളയുടെ റളിയല്ലാഹു അൻഹുവിന്റെ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് നിങ്ങൾ. അബ്ദുള്ള തങ്ങളുടെ മോനാണല്ലോ. നിങ്ങളെങ്ങനെ ചിരിച്ചു. ബദറും ഉഹദും ഉണ്ടാക്കിയവരായിരുന്നവര്, ഖന്തക്കിന് തിരികൊളുത്തിയവരാണവര്, ബനിൽ മുസ്തലിഖിന് കാരണക്കാരനായവരാണവര്, ഹുനൈനിന്റെ കാരണക്കാരാണ്. യുദ്ധങ്ങൾ ഒരുപാടുണ്ടാക്കിയവർ. സ്വസ്ഥമായി ഞങ്ങൾ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് മക്കയിൽ സ്വൈരം കൊടുക്കാതിരുന്നപ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500 കിലോമീറ്റർ കയ്യിൽ കിട്ടിയ ഏതാനും വസ്ത്രങ്ങളും മറ്റും കയ്യിൽ വെച്ചിട്ട് വീടും കിടപ്പാടങ്ങളും തോട്ടവും പറമ്പും കച്ചവടവും എല്ലാം മക്കയിൽ ഉപേക്ഷിച്ച്, നിങ്ങളെടുത്തോ, ഞങ്ങൾക്ക് വേണ്ട, ഒന്ന് സമാധാനത്തിൽ ജീവിക്കാൻ വിടോ എന്ന് പറഞ്ഞ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തിട്ട് അവിടെ ചെന്ന് യുദ്ധം ചെയ്തവരാണ് ഈ ഖുറൈശികള്. അതുകൊണ്ടാണ് ബദർ, ഉഹദ്, ഖന്തഖ് എന്നൊക്കെ പറയുന്ന മദീനയോട് ചേർന്ന് കിടക്കുന്ന നാടുകളാണ്. അവിടെ നടന്ന യുദ്ധമായതിന്റെ പേരിൽ അത് മുസ്ലിമീങ്ങൾ ചെയ്ത യുദ്ധമാണെങ്കിൽ മക്കയുടെ പരിസരത്തുള്ള പേരുകളാ വരിക. മക്കക്കാര് മദീനത്തേക്ക് വന്ന് ചെയ്ത യുദ്ധമാണത്. അതുകൊണ്ടാണ് ആ പേരുകൾ തന്നെ അവര് ചെയ്തതായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നത്. നബി ഞങ്ങൾ ചോദിച്ചു, നിങ്ങളോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എന്താ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? അധികാരം ഹബീബിന് കിട്ടിയിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പിടിച്ചടക്കിയാലേ ജയിച്ച പാർട്ടിയുടെ ആഹ്ലാദ പ്രകടനങ്ങളിൽ ചിലപ്പോഴൊക്കെ കുറച്ച് ലെവല് തെറ്റിപ്പോകും. എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല, ആവേശം കൊണ്ടേ. 5 കൊല്ലത്തിനുള്ള സമയമുള്ളൂ അത്. എന്നാലും നമ്മൾ ആവേശത്തിൽ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചില പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഖിയാമത്ത് നാൾ വരെ അധികാരം കിട്ടി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. സമയം, കാലം, ചുറ്റുപാടുകൾ മാറി മറിഞ്ഞു പോകും. അപ്പോൾ ഒരു ലെവൽ വെച്ചിട്ടേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നാ. ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകരുത്, പ്രതികാരം ചെയ്യരുത്. ഇസ്ലാമിൻ്റെ രീതിയല്ല. തങ്ങൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും? അവരിങ്ങനെ കേഴുകയാണ് ഹബീബിൻ്റെ ദയയ്ക്ക് വേണ്ടി. 10,000 സ്വഹാബിമാർ കൂടെയുണ്ട്. 10,000 അശറത്തു ആലാഫ്, 10,000 സ്വഹാബിമാർ. നബിക്ക് വേണമെങ്കിൽ തൻ്റെ അനുയായികളെ ചുട്ടുകൊന്ന മുഴുവൻ ആളുകളെയും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ ചെയ്തില്ല. لا أقول لكم إلا ما قال أخي يوسف عليه السلام لإخوته. എൻ്റെ സഹോദരനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനവറുകളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ 10ഓളം സഹോദരങ്ങളോട് എന്താണോ പറഞ്ഞത്? തൻ്റെ കൊട്ടാരമുറ്റത്ത് തൻ്റെ സിംഹാസനത്തിൻ്റെ താഴെ രാജാവായി വാഴുന്ന കൊച്ചനുജന്റെ മുമ്പിൽ ആ അനുജനെ പൊട്ടക്കിണറ്റിലേക്ക് ജീവനോടെ തള്ളിയിട്ട ക്രൂരന്മാരായ 10 സഹോദരങ്ങളോട്, മുതിർന്ന കാക്കമാരോട്, മുതിർന്ന ഇക്കമാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. യൂസുഫിനെ ഓർമ്മയുണ്ടോ?
യൂസുഫ് കിണറ്റിൽ വീണ് ചെന്നായി നിന്ന് മരിച്ചല്ലോ, ആ നുണങ്ങനെ അടിച്ചു വെച്ചതുപോലെ അന്നും മറന്നില്ല. യൂസുഫൊക്കെ അന്ന് ചെന്നായി നിന്ന് മരിച്ചല്ലോ. അതെയോ? യൂസുഫ് നബിയോടെ പറയണതേ. കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അത് വേറൊരു അത്ഭുതമാണ്. ഈജിപ്തിൻ്റെ അധികാരത്തിലേക്ക് യൂസുഫ് നബി ഒരു സൈന്യവുമായി വന്നിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നില്ല എന്നാ. പക്ഷെ അടിമയായിട്ട് അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ടാണ് അള്ളാഹു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മുൽക്കിലേക്ക്, അധികാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു തർത്തീവാണ്. അടിമയായിട്ട് യൂസുഫ് നബി കടന്നു പോകുന്നത്. കനാനുകാരനാണ്, ഈജിപ്തുകാരനല്ലല്ലോ. ഈജിപ്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഈജിപ്ത് രാജഭരണമുള്ള നാടാണ്. ഒരു സൈന്യവുമായി പോയാൽ ആ സൈന്യം തോറ്റുപോകുമായിരുന്നു. പക്ഷെ അള്ളാഹു അടിമയായി അതിനുള്ളിലേക്ക് കടത്തി. എന്നിട്ട് അധികാരത്തിൻ്റെ ഉച്ചിയിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി. അവർ പറഞ്ഞു, യൂസുഫ് എന്ന് പറഞ്ഞൊരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ ചെന്നായതെന്ന് പണ്ട് ചെറുപ്പത്തിൽ മരിച്ചതാ. അന യൂസുഫു, ഞാനാണ് യൂസുഫ്. ഈ ബിനിയാമീൻ എൻ്റെ സഹോദരനാണ്. നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠന്മാരല്ലേ? ഇതെന്റെ വാപ്പ യാക്കൂബ് നബി, ഇതെന്റെ ഉമ്മയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ റഹീൽ, അവരെയാണ് റൈച്ചൽ എന്ന് ഇംഗ്ലീഷുകാരൻ വിളിച്ചത്. റാഹീൽ എന്നാണ് ആ ഉമ്മയുടെ പേര്. യൂസുഫ് നബിൻ്റെ ഉമ്മയുടെ പേര് റാഹീൽ. ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഉപ്പയാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ, ഇതെന്റെ കൊച്ചനുജൻ. ബിന്യാമീൻ എന്നവരും യൂസുഫ് നബി ഒരു ഉമ്മാന്റെ മക്കളാണ്. ബാക്കി 10 പേർ വേറെ ഉമ്മയുടെ മക്കളാണ്. അപ്പോഴാണ് അവർ പടച്ചോനെ പണി പാളിയല്ലോ, നമ്മളാ കിണറ്റിലിട്ട് പോന്നപ്പോൾ അവിടെ തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ ആ ആളാണ് ഇപ്പോൾ ഈ രാജാവായിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരാളൊരു പണി തന്നിട്ടേ ആ മനുഷ്യനോട് പ്രതികാരം ചെയ്യാനൊരവസരം കിട്ടിയാൽ നമ്മൾ കടന്ന് നിരങ്ങൂലേ? അങ്ങനല്ലേ മനുഷ്യന്മാർ ചെയ്യുക? അധികാരവും കുറച്ച് പോലീസും കുറച്ച് പട്ടാളവും കുറച്ച് സ്വാധീനവും കുറച്ച് കാശും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പണി തന്ന ആളുകൾ 8-ന് 10 പണി അപ്പുറത്ത് കൊടുക്കൂലേ? അംബിയാഇന്റെ രീതി അങ്ങനെയല്ല. അതിപ്പോൾ പച്ചയായൊരു മനുഷ്യൻ അങ്ങനെയായിരിക്കും. മുഅ്മിൻ അങ്ങനെയല്ല. നമ്മളെ മുഅ്മിനീങ്ങളാക്കാനാണ് നബിതങ്ങളും ദീനും ഇവിടെ അള്ളാഹു തന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ യൂസുഫ് നബിയെ പറയുമ്പോൾ ആ സഹോദരങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പതച്ചു വരുന്ന പേടി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു മൊഞ്ചുള്ള ചുറുക്കുള്ള ഭംഗിയുള്ള യൂസുഫ് നബിയെ കിണറ്റിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, എന്നായി തിന്നുപോയി വാപ്പാന്ന്. ആ വാപ്പ കരഞ്ഞ് കരഞ്ഞ് ജീവിതത്തിൻ്റെ അന്ത്യം വരെ കരഞ്ഞു, വിഷമിച്ചു. പിന്നെ അള്ളാഹു സമാധാനം കൊടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞ മറുപടി അതാണ്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങൾ ആരോടും ഇന്ന് ഞാൻ പ്രതികാരം ചെയ്യില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, പടച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരട്ടെ. എന്തിനാണെന്നറിയോ? ഞാൻ പുറത്തു തന്നാലും അള്ളാഹു പുറത്തു തരണം നിർബന്ധമല്ല. അത് അള്ളാഹുവിൻ്റെ അധികാരമാണ്. നമ്മൾ വിചാരിക്കും കുറേ ഒരാളെ ഗീബത്ത് പറഞ്ഞ് ഉംറക്കും പൊരുത്തപ്പിടിച്ചൊക്കെ തീരുന്നു. അയാൾ പൊരുത്തപ്പെട്ട് തന്നേക്കും. പക്ഷെ നിങ്ങളാ ചെയ്ത ഗീബത്ത്, അയാളെപ്പറ്റി മോശം പറഞ്ഞത് അള്ളാഹുവിനോടും കൂടെ ചെയ്ത തെറ്റാണ്. അയാൾ പുറത്തുന്നു, അവിടെ തീർന്നു. ബാക്കി പടച്ചോൻ പുറത്തരണം. തിന്മ ചെയ്ത ആളുകൾക്ക് നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. മാപ്പ് ചെയ്ത് കൊടുത്താൽ അള്ളാഹ് ശിക്ഷിക്കൂല എന്നൊന്നതിനർത്ഥമല്ല. നിങ്ങൾ വലിയൊരു ഗുണം ചെയ്തു, നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്തു, അള്ളാഹു മാപ്പ് ചെയ്യണമെന്നതുകൊണ്ട് നിർബന്ധമല്ല. യുഅദ്ദിബു മൻ യശാ വയഗ്ഫിറു ലിമൻ യശാ, അള്ളാഹുവിന് വേണമെങ്കിൽ എപ്പോഴും ശിക്ഷിക്കാം. അപ്പോൾ ഒക്കെ ചെയ്തിട്ടേ പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് വിട്ടൊക്കെ തീരുമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്ന ഭാണ്ഡങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, കൊണ്ടുവന്നതൊക്കെ പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ വസ്തുക്കളായി കാണപ്പെടുന്നൊരു ദിവസമുണ്ട്. അള്ളാഹു ആ നാളിൽ നമുക്ക് മാപ്പ് തരട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അതുകൊണ്ട് യൂസുഫ് നബി പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരട്ടെ. വഹുവ അർഹമുർ റാഹിമീൻ, പടച്ചവൻ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഇതാണ് എൻ്റെ സഹോദരൻ യൂസുഫ് നബി പറഞ്ഞത്. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഖുറൈശികളെ, ഒരു പ്രതികാരവും നിങ്ങളോട് ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. അൻതുമുത്തുലഖാ,
പൊയ്ക്കോളൂ, മാപ്പ് തന്നിരിക്കുന്നു. ഇങ്ങനെ മാപ്പ് കൊടുത്തൊരു നേതാവ്, ഒരു ഭരണാധികാരി, ഒരു ജയിച്ചടക്കിയ ഒരു ചക്രവർത്തി ലോക ചരിത്രത്തിൽ എവിടെയാണുള്ളത്? ഇത് ചരിത്രത്തോട് ചോദിക്കണം. പുണ്യനബി തങ്ങളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കാതെ മേക്കിട്ട് കയറുന്ന ആളുകളും എക്സ് മുസ്ലിമീങ്ങളും ഒക്കെ ഒന്ന് കേൾക്കണം. ഈ ചരിത്രത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ എന്ന് പറഞ്ഞ യൂസുഫ് നബിയുടെ ആശയത്തെ ഹബീബ നബി തങ്ങൾ അവിടെ അവതരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കഅബാലയം പരിശുദ്ധമാണ്. എൻ്റെ പിതാമഹൻ നബിയുല്ലാഹി ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാം ഏതൊരു പടച്ചതമ്പുരാന്റെ ആരാധനയ്ക്ക് വേണ്ടിയാണോ ഈ പള്ളിയെ നിർമ്മിച്ചത്, ആ ലക്ഷ്യത്തിലേക്ക് തന്നെ ഈ മസ്ജിദിന്റെ ധർമ്മങ്ങളിൽ തുടരണം. അതുകൊണ്ട് ബിംബാരാധനകൾ, ബഹുദൈവ ആരാധനകൾ വേണ്ട, ഇവിടെ അവസാനിച്ചു. ഈ പള്ളിയെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അൽ ബൈത്തുൽ അതീഖ് എന്ന് മസ്ജിദുൽ ഹറാമിനെ കഅബക്ക് നബിതങ്ങൾ ഇതിനെ പേര് വിളിച്ചു, വിശുദ്ധ ഖുർആൻ പേര് വെച്ചു. അൽ ബൈത്തുൽ അതീഖ്, മോചിപ്പിക്കപ്പെട്ട പള്ളി എന്ന് പറഞ്ഞാൽ അൽ മഅ്തൂഖു മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു ഷിർക്കോ കുഫറോ. പുണ്യനിബിതങ്ങൾ പരിശുദ്ധമായതിനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇനി ഒരിക്കലും ഖിയാമത്ത് നാൾ വരെ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് അവിശ്വാസത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, നാസ്തികതയുടെ, പടച്ചവൻ ഇല്ലെന്ന വാദത്തിന്റെ, ബഹുദൈവവാദത്തിന്റെ ഒരു ചിന്തകളെയും സ്വാധീനിക്കാൻ മസ്ജിദുൽ ഹറാമിനോ കഅബാലയത്തിനോ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ബിൽ ബൈത്തുൽ അതീഖ്, പരിശുദ്ധ കഅബാലയത്തെ അതീഖ് എന്ന് പേര് വിളിച്ചുകൊണ്ട്. ആ കഅബാലയമാണ് നമ്മുടെ മസ്ജിദിന്റെ ഖിബില. നമ്മുടെ ഈ പുറപ്പാട് കിടക്കുന്ന തോട്ടത്തിൽ ജുമുഅത്ത് മസ്ജിദിന്റെ ഖിബിലയും പരിശുദ്ധ കഅബാലയം തന്നെ. അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും അങ്ങ് ന്യൂസിലാൻഡിലും കാനഡയിലും സൗത്ത് അമേരിക്കയിലും നോർത്തിലും ജപ്പാനിലും ഇന്ത്യയിലും അങ്ങ് എവറസ്റ്റിന്റെ മുകളിൽ കിടക്കുന്നവനായിരുന്നാലും എവിടെയായിരുന്നാലും കഅബാലയത്തിന്റെ ദിശ കണ്ടെത്തൽ, ഇജ്തിഹാദ് ചെയ്യൽ ഒരു മനുഷ്യന് നിർബന്ധമാണ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ്. എന്നിട്ട് വേണം നിസ്കാരം തുടങ്ങാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനകളുടെ ഖിബിലയായ കഅബാലയം, അവിടത്തേക്ക് കാലിന്റെ സോൾ, കാലിന്റെ ഉള്ളകം നീട്ടിവെച്ചുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പാടില്ലെന്നാണ്. ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹാ. ഒരു കെട്ടിടമില്ലാത്തിടത്ത്, തുറസായ സ്ഥലത്ത് നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുകയാണെങ്കിൽ കഅബാലയത്തിന് മുമ്പിലോ പിമ്പിലോ ആയിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുതേ. ഒരു റൂമിലാണ് ഒരു ടോയ്ലറ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ചുമരിനുള്ളിലാണ്, കുഴപ്പമില്ല. പക്ഷേ തുറസായി കിടക്കുമ്പോൾ ഖിബലയിലേക്ക് നിങ്ങൾ മൂത്രമൊഴിക്കരുത്. സുബ്ഹാനല്ലാഹ്, എത്രയാണ് ഇതിൻ്റെ മഹത്വം! മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മുഹ്തദിറായി കഴിഞ്ഞാൽ, റൂഹ് ദേഹത്തിൽ നിന്ന് പിരിയാൻ നേരമായി തുടങ്ങിയെന്ന് അരികത്തുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ മനുഷ്യന്റെ മുഖം ഖിബലയിലേക്ക് തിരിച്ചു കിടത്തണം. അതിന് കഴിയില്ലെങ്കിൽ കാലിന്റെ ഉള്ളകം ഖിബലയിലേക്ക്, തലയുടെ അടിയിൽ തലയണ വെച്ചു കൊടുക്കണം. അപ്പോൾ മുഖം ഖിബലയിലേക്ക് വരും. ആ ഖിബലയിലേക്ക് മുഖം വെച്ചുകൊണ്ട് ചെരിഞ്ഞ ഒരു മനുഷ്യൻ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്ന പോലെയാണ് ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് നീങ്ങുന്ന മനുഷ്യന് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. നൂറുകണക്കിന് ആളുകൾ ഖബറിന്റെ മുമ്പിൽ പരിസരങ്ങളിൽ നിന്നുകൊണ്ട് യാത്ര ചൊല്ലുമ്പോൾ, ഭൂമിയിൽ ജീവിച്ചു നടന്ന മനുഷ്യനോട് ബർസഖിന്റെ ലോകത്തേക്ക് യാത്ര പറയുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, വലത് ഭാഗത്തെ വസ്ത്രം നീക്കിയിട്ട് വലത് കവിൾ മണ്ണിൽ തട്ടുന്ന വിധം ഖിബലയിലേക്ക് മുഖം തിരിച്ചിട്ടാണ് ആ മനുഷ്യൻ അവിടെ കിടത്തുന്നത്. നോക്കണം, കഅബ ചില്ലറയല്ല, ഇത്രയൊക്കെ മഹത്വമുള്ളതല്ലേ കഅബ, അല്ലാഹുവിൻ്റെ കഅബ. ആ മസ്ജിദ് കണ്ണു നിറയെ കാണാൻ, കഅബാലയം ഒന്ന് തൊട്ടുമുത്താൻ, റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും അവിടുത്തെ പരിശുദ്ധമായ ബാബുൽ കഅബയും മീസാബും ഹിജ്ർ ഇസ്മാഈലും മഖാം ഇബ്രാഹീമും സംസമും സഫയും മർവയും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് കണ്ണു നിറയെ കാണാൻ.
ഭൂമിയായ ഭൂമിയിലെ മണ്ണായ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണെന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങൾ കിടക്കുന്ന പരിശുദ്ധമായ അൽ ഹുജ്റത്തു ഷരീഫയുടെ നമ്മൾ റൗള എന്ന് വിളിക്കുന്ന പച്ചക്കുബ്ബക്ക് താഴെ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ചെന്ന് സലാം പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇവിടുന്ന് സലാം പറഞ്ഞാലും എത്തും, പക്ഷെ ഹബീബിൻ്റെ അരികത്ത് പോയി സലാം പറയുന്നത് വേറെ പുണ്യമാണ്. എവിടുന്ന് പറഞ്ഞാലും സ്വലാത്ത് ഹബീബിനെത്തും, ശരിയാണ്. പക്ഷെ ഹബീബിൻ്റെ ഖുബാലത വജ്ഹി, ഹബീബ് കിടക്കുന്നതും അങ്ങനെയാണ്, ഖിബ്ലയിലേക്ക് മുഖം തിരിച്ച് കിടക്കുകയാണ്. ഹബീബിൻ്റെ ബാക്കിൽ തങ്ങൾ കിടക്കുന്നതിൻ്റെ ചുമല് ഭാഗത്ത് തല വരുന്ന രീതിയിൽ സിദ്ദീഖ് തങ്ങൾ, അതിൻ്റെ ബാക്കിൽ ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ ഹബീബിൻ്റെ അരികത്ത് ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സെക്കൻഡുകൾ കിട്ടുള്ളൂ. പോലീസുകാർ വേഗം പോണം എന്ന് പറയും. നൂറുകണക്കിന് ആളുകൾ ബാക്കിൽ വരെയായിരിക്കും. എന്നാലും ആ ഒരു സെക്കൻഡ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അമൂല്യമായ നിമിഷമാണ്. അത് നഷ്ടപ്പെടുത്തരുത്. കയ്യിൽ പൈസ ഉണ്ടോ? യാത്ര ചെയ്യാൻ പറ്റുമോ? പോകണം. പറ്റുന്നത്ര മദീനയെ ചെന്ന് കാണണം, മക്കയെ ചെന്ന് കാണണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഇടം, ചാർജിങ് പോയിന്റുകളാണത്. ബാറ്ററി ഡ്രെയിൻ ആവും, കുറച്ച് മൊബൈലൊക്കെ ഡ്രെയിൻ ആവൂലേ ചാർജ് ചെയ്തില്ലെങ്കിൽ. ഇടയ്ക്ക് ചാർജ് ചെയ്യണം. അതിനവിടെ എത്തണം. അവിടെ എത്തുമ്പോൾ അത് മാത്രമാണ് ലക്ഷ്യം. ഹിജ്ജുൽ ബൈത്ത്, കഅബാലയത്തെ ലക്ഷ്യമാക്കി പോവുക. ഹജ്ജ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ അതാണ്. കഅബയെ ലക്ഷ്യമാക്കി പോകുന്നത് അത് നമ്മുടെ ഖിബ്ലയാണ്. ആ ഖിബ്ലയെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. യാ അല്ലാഹ്.